ഇറാൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി എന്ന് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. ഖമനി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ നിശ്ചയിച്ചു. അതിൻ്റെ സൂചന ഖമനി മരിക്കും എന്ന് തന്നെ. ഖമനി പിൻഗാമിയായി അലി ലാരിജാനിയെ നിർദ്ദേശിച്ചതായിട്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 67 വയസ്സുള്ള ആളാണ് അലി ലാരിജാനി. ഇപ്പോഴത്തെ അവിടുത്തെ ഈ നയമൊക്കെ തീരുമാനിക്കുന്ന സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, പരമോന്നത ദേശീയ സുരക്ഷാ സമിതി, ആ സമിതിയുടെ സെക്രട്ടറിയാണ് അലി ലാരിജാനി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പ്രസിഡന്റ് പെസഷ്ക്യാനൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ലാരിജാനി ആണ്. എന്തെങ്കിലും കാര്യം ആരെങ്കിലും പ്രസിഡന്റിനോട് ചോദിച്ചാൽ പ്രസിഡന്റ് നിങ്ങൾ ലാരിജാനിയോട് ചോദിക്കുക എന്നുള്ളതാണ് ഇറാനിലെ അവസ്ഥ. അപ്പോൾ ശരിക്കും ആ അധികാര സ്ഥാനത്തുള്ള ആള് തന്നെ ആയിരിക്കും എൻ്റെ പിൻഗാമി എന്ന്. പക്ഷെ ആത്മീയ പിൻഗാമി അല്ല, അധികാരത്തിൽ പിൻഗാമി അലി ലാരിജാനി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് വന്നിരുന്നത് ഈ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഖമനിയെയും മകൻ മോജ്താബയും രണ്ടുപേരെയും തീർത്ത് കളയും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിൻഗാമി ആകാൻ സാധ്യത, ആത്മീയ പിൻഗാമി ആകാൻ സാധ്യത മോജ്താബ മകൻ ആണ്. അപ്പൊ രണ്ടുപേരെയും തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം ഇതിന്റെ സംവിധാനം എന്ന് ഖമനി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനൊരു വേറൊരു അർത്ഥമുള്ള എന്താണെന്ന് വെച്ചാൽ അവർ തീർച്ചയായിട്ടും അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് പറഞ്ഞതുകൊണ്ട് അതിനെ ബലപ്പെടുത്തുന്ന ഒരു ഭാഗം കൂടി ഞാൻ പറഞ്ഞിട്ട് ലാരിജാനിയിലേക്ക് പോവാം. അതായത് ഇറാന്റെ വക്താവ് ഇസ്മയിൽ ബക്കി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു ട്രംപ് ഉദ്ദേശിക്കുന്നത് ഒരു പരിമിത യുദ്ധം ആണ് എന്ന്. അപ്പോൾ ഇസ്മയിൽ ബക്കി ഇറാൻ വക്താവ് പറഞ്ഞു പരിമിത യുദ്ധം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല, ഏത് ആക്രമണവും യുദ്ധം തന്നെ, ഡിക്ലറേഷൻ ഓഫ് വാർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഏതാണ്ട് കയ്യിലുള്ള 50% യുദ്ധവിമാനങ്ങളും ഇപ്പം ഗൾഫ് മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ, എല്ലാ ഇന്ത്യക്കാരും അവിടെ നിന്ന് സ്ഥലം വിടണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, ജോലിക്കാർ, തീർത്ഥാടകർ എല്ലാവരും ഇറാൻ വിട്ട് പൊക്കോളണം. അത് മറ്റു രാജ്യങ്ങളും, ഉദാഹരണത്തിന് റഷ്യൻ എഞ്ചിനീയർമാരൊക്കെ അവിടെ പല സ്ഥലത്തും ഉള്ളതാണ്, അവരുടെ ആണവ നിലയങ്ങളിലുമൊക്കെ. അപ്പോൾ അവരൊക്കെ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് പൊട്ടും എന്നുള്ള തോന്നൽ ആഗോള തലത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഈ പിൻഗാമി അലി ലാരിജാനിയിലേക്ക് വന്നാൽ സുരക്ഷ, വിദേശ നയം ഒക്കെ തീരുമാനിക്കുന്ന ബോഡിയാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ. അതിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പോൾ ഖമനിയുടെ മുതിർന്ന ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം നേരത്തെ. ആ സ്ഥാനത്ത് നിന്നാണ് ഈ സമിതിയുടെ സെക്രട്ടറി ആയിട്ട് ഈ കൊല്ലം ജനുവരിയിലാണ് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട് വെച്ചത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു സൂചന കിട്ടിയപ്പോഴാണ് ഖമനി ഇങ്ങനെ ഈ ഭരണസ്ഥാനത്ത് അവരോധിച്ചത്. എന്നിട്ട് ലാരിജാനി എത്തിയിട്ടാണ് അവിടെ പ്രക്ഷോഭം നടന്നല്ലോ എല്ലാ നഗരങ്ങളിലും. ആ പ്രക്ഷോഭം അടിച്ചമർത്തിയത് ഈ ലാരിജാനിയാണ്. എന്ന് പറഞ്ഞാൽ ഖമനിക്ക് വേണ്ടത് അദ്ദേഹം നടപ്പാക്കി കൊടുത്ത് തെളിയിക്കുകയും ചെയ്തു. ഞാൻ ഇതിനർഹനാണ് എന്ന് തെളിയിച്ചു. IRGC, അവിടുത്തെ വരേണ്യ പട്ടാള വിഭാഗം ഉണ്ടല്ലോ, IRGCയുടെ സ്ഥാപകരിൽ ഒരാളാണ് ലാരിജാനി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ്, അവിടുത്തെ പ്രക്ഷേപണ സംവിധാനം, അതിൻ്റെ സ്ഥാപകനാണ് ലാരിജാനി. വലിയ പുള്ളിയാണ്. അപ്പോൾ ലാരിജാനി വരുന്നത് ഒരു വരേണ്യ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. 2008 മുതൽ 2020 വരെ 12 കൊല്ലം ഇറാൻ പാർലമെന്റിന്റെ സ്പീക്കറായിരുന്നു ലാരിജാനി. രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. 2021 ചൈനയുമായി 25 വർഷത്തെ സഹകരണ ഉടമ്പടി ഒപ്പുവെക്കാൻ സംഭവം മുഴുവൻ കളമൊരുക്കിയതൊക്കെ ലാരിജാനി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ നെഗോഷിയേഷൻ
അതുപോലെ അമേരിക്കയുമായിട്ട് ആണവ ഉടമ്പടി ഇപ്പം നെഗോഷിയേഷനൊക്കെ നടക്കുന്നില്ലേ, ഇതിന്റെ ചുമതലയൊക്കെ ലാരിജാനിക്കാണ്. വ്യാഴാഴ്ച വീണ്ടും ഒരു ചർച്ച, അലസാനുള്ള ചർച്ച നടക്കാൻ പോകുന്നുണ്ട് ജനീവയിൽ. ഈ 2025 ജൂലൈയിൽ പുട്ടിനെ മോസ്കോയിൽ പോയി ലാരിജാനി കണ്ടിരുന്നു. ഒരു നിർണായക ഘട്ടത്തിൽ ബാഗ്ദാദിലും ബെയ്റൂത്തിലും പോയിരുന്നു. ഓഗസ്റ്റിൽ ഈ ഈ സമിതിയുടെ സെക്രട്ടറി ആകാനുള്ള സംഭവമൊക്കെ റെഡിയുമായിരുന്നു. അപ്പോൾ സ്പീക്കർ ആയിരിക്കുമ്പോൾ തന്നെ ഈ ആണവ ചർച്ചകളിലൊക്കെ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ജനുവരിയിൽ സ്റ്റീവൻ വിറ്റ്കോഫ്, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻവോയ്, മിഡിൽ ഈസ്റ്റിലെ പ്രതിനിധി, ഗൾഫിലെ പ്രതിനിധി, ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അരാക്ചിയെ കാണണം എന്ന് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ എൻവോയി സ്റ്റീവൻ വിറ്റ്കോഫ് അരാക്ചി ഒന്ന് കണ്ടാൽ കൊള്ളാം വിദേശകാര്യമന്ത്രിയെ എന്ന് ഇറാനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്ക്യാൻ പറഞ്ഞു, നിങ്ങൾ ലാരിജാനിയോടൊന്ന് ചോദിക്കേ. അപ്പോൾ അങ്ങേര് പറയും നിങ്ങൾക്ക് അരാക്ചിയെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പൊ ഇത്രയും പ്രസിഡന്റ് തന്നെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അത് അങ്ങേരോട് ചോദിച്ചിട്ട് ചെയ്യുക കേട്ടോ എന്ന് വെച്ചാൽ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കീ പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇദ്ദേഹം. അതെ, ഔദ്യോഗികമായിട്ട് ഖമേനി ഇപ്പൊ പ്രഖ്യാപിച്ചെന്ന് മാത്രമേ. പ്രഖ്യാപിച്ചത് പരസ്യമായിട്ട് പറഞ്ഞില്ല, റിപ്പോർട്ടുകളിൽ വരുന്നുണ്ട് ഇങ്ങനെ രഹസ്യമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. ഞങ്ങൾ തീർന്നു പോയാൽ ഇദ്ദേഹമായിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് പെസഷ്ക്യാനോടും മറ്റുള്ള ഈ മൊല്ലാക്കന്മാരോടും ഒക്കെ എന്നാണ്. അപ്പോൾ 4 തലം ഉള്ള ഒരു സക്സഷൻ പ്ലാൻ, പിൻഗാമി പ്ലാനാണ് ഈ ഖമേനി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ആ അടുക്കള ടീമിൽ ഇപ്പോഴത്തെ സ്പീക്കർ ബാഗർ ഗലീബാഫ്, പട്ടാള ഉപദേഷ്ടാവ് മേജർ ജനറൽ യാഹ്യ റഹീം സഫാവി, പിന്നെ ചീഫ് ഓഫ് സ്റ്റാഫ് ഖമേനിയുടെ അലി അസ്ഗർ ഹെജാസി, ഇവർ അടങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂണിൽ ഇസ്രയേല് ഈ ഉന്നത പട്ടാള നേതൃത്വം ഉണ്ടല്ലോ ഇറാൻ, മൊത്തം കശാപ്പ് ചെയ്തിരുന്നു. അപ്പോൾ കൊള്ളാവുന്ന പട്ടാളക്കാരൊക്കെ ഇപ്പോൾ നേതൃത്വത്തിൽ കുറവാണ്. ഖമേനി ഈ ഷഹീദ് ആകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി, അതല്ലാതെ പലായനം ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണല്ലോ, ജിഹാദ് ചെയ്ത് രക്തസാക്ഷി ആകുക എന്നുള്ളത്. അപ്പോൾ അതാണ് അങ്ങേര് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ ഇറാൻ്റെ അവസ്ഥ. മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയും കൂടി ഇനി ഖമേനിക്ക് ശേഷമുള്ള നേതൃത്വത്തിൻ്റെ ഭാഗമായിരിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഏത് സമയത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള അവസ്ഥ. കാരണം ആ ജെറാൾഡ് ഫോർഡ് എന്ന് പറഞ്ഞ 2ാമത്തെ വിമാനവാഹിനി ഈ വരുന്ന ആഴ്ച മധ്യത്തിൽ ഓടുകൂടി എത്തിച്ചേരും. അപ്പോൾ അതിനുവേണ്ടി കാക്കുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ പട്ടാള നേതൃത്വത്തിലെ ചിലർ അമേരിക്കയിൽ ഈ യുദ്ധം ആവശ്യമില്ല എന്ന് പറയുന്നതായിട്ട് ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിരുന്നു. ട്രംപ് അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ യുദ്ധം മാറ്റിവെക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല എന്ന് തന്നെയാണ്. ഈ യുദ്ധം പക്ഷേ ട്രംപ് ഉദ്ദേശിക്കുന്ന പോലെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള വാറായിരിക്കില്ല എന്നാണ് ഖമേനിയും സംഘവും പറയുന്നതെന്നർത്ഥം അല്ലേ? എന്നുവെച്ചാൽ വലിയ കെടുതികളായിരിക്കും ഇതുകൊണ്ടുണ്ടാവും. അതായത് ഒരു ആക്രമണം, ഒരു വ്യോമാക്രമണം തുടങ്ങിയാൽ തന്നെ, ഒരു ബോംബിട്ടാൽ, ഒരു മിസൈൽ അയച്ചാൽ തന്നെ അത് യുദ്ധപ്രഖ്യാപനമാണ്. പിന്നെ അത് പരിമിതം എന്ന് പറയേണ്ട കാര്യമില്ല. പരിമിതം എന്ന് അവർ തീരുമാനിച്ചാലും പോരാ. അതാണ് ഇറാൻ പറയുന്നത്. ഞങ്ങൾക്ക് കുറെ കാലം ചോദിക്കാനുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഗൾഫിൽ അവിടെ ഇവിടെ താവളങ്ങളും അസറ്റുകളും ഉണ്ട്. ഇതൊക്കെ നശിപ്പിക്കാനുള്ള മിസൈലുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം ഞങ്ങൾ 5 ദിവസത്തെ യുദ്ധമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞാൽ അതങ്ങനെ ആയിരിക്കണമെന്നില്ല മോനെ എന്നാണ് ഇറാൻ പറയുന്നത്. അതാണ് പരിമിതമായ യുദ്ധം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്ന് ഇറാൻ അത് തള്ളിക്കളയാനുള്ള കാരണം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.